കേരളത്തിലെ SIR പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഈ കരട് പട്ടികയിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളെ കുടുംബക്കാരോ ആരെങ്കിലും ഉൾപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് എങ്ങനെ സാധിക്കുന്നുള്ളതാണ് നമ്മളിന്നിവിടെ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ voters.eci.gov.in അത് മുകളിൽ കാണാം. ആ സൈറ്റിൽ നമ്മൾ കയറി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ കിട്ടും. അവിടെ ഒരു ഇലക്ട്രോൺ റോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മളെ സംസ്ഥാനം ഓൾറെഡി വന്നിട്ടുണ്ട്, കേരള ഇയർ വന്നിട്ടുണ്ട്, ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസ്ട്രിക്റ്റ് അതിനകത്ത് സെലക്ട് ചെയ്യാം. നമ്മൾ ഏതാണോ ഇഷ്ടമുള്ള നമ്മളെ ഏതാണോ ജില്ല, ആ ജില്ല നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ വയനാടാണെങ്കിൽ വയനാട്, അല്ലെങ്കിൽ പാലക്കാടാണെങ്കിൽ പാലക്കാട്, അല്ലെങ്കിൽ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ. അപ്പോൾ നമുക്ക് ഏതാ ജില്ല സെലക്ട് ചെയ്യാൻ അതിൽ ആ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ആ മെനുവിൽ പോയതിന് ശേഷം നമ്മൾ ഒരു ജില്ല സെലക്ട് ചെയ്ത് നമ്മൾ വേണ്ട ജില്ല സെലക്ട് ചെയ്യാൻ ഞാനിവിടെ പാലക്കാടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അസംബ്ലി മണ്ഡലം സെലക്ട് ചെയ്യാം. അസംബ്ലി മണ്ഡലം സെലക്ട് ചെയ്തതിന് ശേഷം അത് താഴെ ഒരു കപ്പാച്ച അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ കപ്പാച്ച നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് ഇടുന്നു. അതിനുശേഷം താഴെ നമ്മൾ തൃത്താല മണ്ഡലത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഓരോ ബൂത്തുകളും അതിൽ ചുവടെയായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൂത്ത് പുനഃക്രമീകരണം നടന്ന സാഹചര്യമായതിനാൽ നമ്മളെ ബൂത്ത് ഏതാണെന്ന് അറിയാനുള്ള ഒരു ശ്രമം ആദ്യമേ ഒന്ന് BLO വിളിച്ചോ ആരെങ്കിലും വിളിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഏത് സ്കൂളിലാണോ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ വോട്ട് ചെയ്തത് ആ സ്ഥാപനം നമ്മൾ ആ പേര് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ബൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൂത്ത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4ാമത്തെ ബൂത്താണ്. 4ാമത്തെ ബൂത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്നുള്ളിടത്ത് പോയിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു PDF ഡൗൺലോഡ് ആവും. നിലവിൽ കപ്പാച്ച തെറ്റിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി റീഫ്രഷ് ചെയ്തിട്ട് കപ്പാച്ച ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് 72FJME. അപ്പോൾ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഡൗൺലോഡ് PDF കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് പ്രോഗ്രസ് സക്സസ് എന്ന് പറഞ്ഞു വന്നു. താഴെ കാണാൻ നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണാം ആ ബൂത്തിൻ്റെ ഒരു വിവരങ്ങൾ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഏതാണ്, എത്ര വോട്ടർമാരുണ്ട്, ഏതാണ് ബൂത്ത്, ഏതാണ് ബിൽഡിങ്, അതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴേക്ക് നമുക്ക് ആളുകളെങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ സുബൈദ മൊയ്തീൻകുട്ടി എന്നുള്ള പേരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അടുത്ത ആളുണ്ടോ നോക്കാം. വീട്ടുപേരൊക്കെ സെയിമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് ഉറപ്പിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഓരോരുത്തരും നോക്കുകയാണെങ്കിൽ ഏകദേശം ഏരിയ വൈസ് തന്നെ നോക്കാൻ നമുക്ക് സാധിക്കും. ഏകദേശം അവർ ആ ഏരിയ വൈസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ബൂത്ത് വിഭജനം നടന്നതിനാൽ തൊട്ടടുത്ത ബൂത്തുകളിലേക്ക് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് പുതിയതായിട്ടൊരു ബൂത്ത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ നമ്മളെ പഴയ ബൂത്തുകളിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ ഉണ്ടാവും, ആ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബൂത്തിൽ ഉണ്ടാകും.